Hi friends. വിലായത്ത് ബുദ്ധ നമ്മുടെ ഡയറക്ടർ ജയൻ നമ്പ്യാർ സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്നു. ഈ ഒരു സിനിമ വിലായത്ത് ബുദ്ധ എന്നൊരു സിനിമ ഒരു നോവലിനെ ബേസിലുള്ള സിനിമയാണ്. അത് വായിച്ചവർക്ക് ഈ സിനിമ അത്രയ്ക്കും സൂചിക്കില്ല എന്നും പറയുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ പൃഥ്വിരാജ് ആണ് മെയിൻ കഥാനായകൻ. ഡബിൾ മോഹൻ എന്നാണ് പൃഥ്വിരാജ്. ഡബിൾ മോഹൻ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് പുഷ്പ നമുക്ക് ഓർമ്മ വന്നു. കാരണം എല്ലാരും പറഞ്ഞു ഒരാളാണ് എന്നുള്ള. പക്ഷെ പുഷ്പ എന്നും വളരെ വ്യത്യാസമായിട്ടുള്ള സിനിമ. അല്ല, പുഷ്പയായിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുഷ്പ വേറെ റേഞ്ച്, ഇത് വേറെ റേഞ്ച്. എനിക്ക് തോന്നുന്നു ആ പുഷ്പയുടെ അല്ലു അർജുന്റെ ഒരു ക്യാരക്ടർ പുള്ളി പിടിച്ചിട്ടുണ്ടോ പല സ്ഥലത്ത്, സ്റ്റൈല് പല സ്ഥലത്തും. അതെ അതാണ്. അല്ല വേറെ ഇതൊന്നും ഇല്ല. മുറുക്ക ചവച്ച് തുപ്പുന്ന സംഭവം നമ്മുടെ ഷമ്മി തിലകൻ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഷമ്മി തിലകന്റെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കണ്ടു. തൂവള്ള ഭാസ്കരൻ ഈ മനുഷ്യന്റെ ഫാനാവും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് കിട്ടില്ല പെർഫോമൻസ്. തിലകന്റെ ഒക്കെ മറ്റേ സാധനം ഇല്ലേ, അതന്നെ ആ ഒരു സാധനം വരുന്നുണ്ട്. സാധനമില്ലേ അതുപോലെ വരുന്നുണ്ട്. ഗംഭീര റോളാണ്, ഗംഭീര റോള്. സിനിമയിലെ നായിക കൃഷ്ണ നമ്മുടെ ടോവിനോടെ സിനിമ വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു ഇയാൾക്ക് അഭിനയം അത്ര പോരാ. പക്ഷെ ഇതിനകത്ത് അയാൾ നന്നായിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് നായകന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു നായകൻ. പല സ്ഥലങ്ങളിലും ഒക്കെ നായകന്റെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സിനിമയ്ക്കകത്തുണ്ട്. അത് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് ഘടകങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ജെഎക്സ്പി ജോയ്. അതായത് പുള്ളി മലയാളത്തിൽ അങ്ങ് കേറി അങ്ങോട്ട് അറുമാദിച്ചോണ്ടിരിക്കുക. പുള്ളി അങ്ങ് പൂണ്ട് വിളയാടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ആ ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി പറയാതിരിക്കാൻ മേലെ. സിനിമോട്ടോഗ്രാഫി ആക്ച്വലി ഈ പറഞ്ഞ ഈ സിനിമ നടക്കുന്ന മറയൂരാണ്. മറയൂർ സ്ഥലത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ ആ ഒരു ഹൈറ്റും അതിന്റെ ഒരു ഡെപ്ത് ഒക്കെ. സോ അത് മനോഹരമായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സ് സെക്ഷൻ അത്ര ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഗ്രാഫിക്സ് അങ്ങോട്ട് വരാഞ്ഞ്. അതല്ല എങ്കിൽ സിനിമോട്ടോഗ്രാഫി അതിന്റെ രീതികളൊക്കെ മനോഹരമായിട്ടുണ്ട്. കാരണം സുന്ദരമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് സാധനം. പക്ഷെ അത് എനിക്ക് എവിടേക്കോ മിസ് ചെയ്തത് പറഞ്ഞാൽ ഡയറക്ഷന്റെ പോരായ്മ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് സിനിമ വളരെ എൻഗേജിംഗ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫിന് റിവ്യൂ ഇടുകയും ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള ആനിമേഷനും അനാവശ്യമായിട്ടുള്ള ഡയലോഗും, എസ്പെഷ്യലി ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആണെങ്കിൽ ക്ഷമിക്കുക. പൃഥ്വിരാജിന്റെ കയ്യിൽ ഒരു വെടികുണ്ട കൊള്ളും. അപ്പൊ വെടികുണ്ട കൊള്ളുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് ഡയലോഗ് ഉണ്ട്, ഈ എന്റെ കയ്യിൽ തറച്ച ബുള്ളറ്റും ഞാൻ കൊണ്ടുവന്ന ബുള്ളറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതെന്ത് ഡയലോഗ്? അത് മാത്രമല്ല, സിനിമയില് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ്. കാരണം 3 മണിക്കൂറുണ്ട് സിനിമ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണെന്ന് പറഞ്ഞായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയിലേക്ക് ഇങ്ങനെ കണക്റ്റായി വന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ കാലവിട്ട് ഉടച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ക്ലൈമാക്സ് രംഗം മാത്രമേ ഉള്ളൂ എനിക്ക് സൂചിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ക്ലൈമാക്സും ഈ ആനിമേഷൻ രംഗങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ സിനിമ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്റർടൈനിങ് ആട്ടോ, എൻഗേജ് ഇഷ്ടപ്പെടും. പെർഫോമൻസ് ബേസ് എല്ലാവരും, അതായത് പൃഥ്വിരാജും നമ്മുടെ നായികയും അതുപോലെ തന്നെ ഷമ്മി തിലകനും പൊള്ളിച്ചിട്ടുണ്ട്. അവര് മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. അവര് രണ്ടു കൂട്ടരും അറുമാദിച്ച് അതൊക്കെ സുന്ദരമായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ, ആ മറയൂരിന്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറ്റുന്നു. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, മെയിൻ സ്ഥലത്ത് ഡയലോഗ് ഡെലിവറി. പൃഥ്വിരാജിന്റെ ലോങ് അതന്നെ പഞ്ച് കൊടുക്കുന്ന ഡയലോഗ്സ് ഒക്കെ നനഞ്ഞ പടക്കത്തിന്റെ ഡയലോഗ്. അതായത് ഒരു എന്താ പറയാ, ഒരു മറയൂരിലെ ഏറ്റവും വലിയ ഒരു ഹീറോയെ പോലെ കണ്ടിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് വെറും ഇതാക്കിയാണ് കാണുന്നത്. അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നി. തമിഴ് ആളുകളാണ് കൂടുതലും. തമിഴിന്റെ മാസ് കയറി വരുന്നുണ്ട്. അതായത് കയ്യിലുള്ള ബുള്ളറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ, അവസാനം ബുള്ളറ്റ് എടുത്ത് മാറ്റിയോ? അതെങ്ങനെ മാറ്റിയായിരിക്കാം. സിനിമ കാണുമ്പോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിലുള്ള അനാവശ്യ ഡയലോഗ് ഡെലിവറി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് എവിടേക്കോന്നല്ല, സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ കളഞ്ഞ് എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായം. അത് കാണുമ്പോൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മൾ നമ്മുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. എന്താണെങ്കിലും സിനിമ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു.
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഷമ്മി തിലകന്റെ പെർഫോമൻസിനാണ്. അത് പറയാതിരിക്കാൻ പുള്ളി തൂവള്ള ഭാസ്കരനായിട്ട് പിന്നെ തീട്ടം ഭാസ്കരനാകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞാനത് പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. പുള്ളി അവിടെയൊക്കെ ആ ഒരു സീനിലൊക്കെ പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാണല്ലോ വേറെ ലെവലാട്ടോ. കാരണം നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ തിലകൻ ചേട്ടനെ തിരിച്ച് കിട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പുള്ളിയുടെ പെർഫോമൻസ് കാണാനായിട്ട് മസ്റ്റായിട്ട് നമുക്ക് ഈ സിനിമ കാണാം. ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഒരു പഞ്ചില്ലാത്തതാണ്. ഫൈറ്റ് പഞ്ചില്ലാത്തതിന്റെ കാരണം വില്ലൻ കഥാപാത്രങ്ങൾ നിസ്സാരമാണ്. പൃഥ്വിരാജിനെ കൊണ്ടൊന്നും ആവശ്യമില്ലാത്ത. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ് ഉണ്ട്, പാർട്ടിക്കാരുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അത് ഒരു അയ്യപ്പൻ കോശി സ്റ്റൈലായിരുന്നു. ആ ഒരു സാധനം ഇടക്ക് നമുക്ക് നമ്മുടെ ഭ്രമരം സിനിമയുടെ ചില സംഭവങ്ങൾ ഇതിനകത്തൊരു പട്ടി ഉണ്ട് കേട്ടോ. ആ പട്ടി നല്ല പെർഫോമൻസ്. അത് എവിടെ കണ്ടിരിക്കുന്നത്? ഞാൻ നമ്മുടെ മറ്റേ റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞ സിനിമ, ആ സെയിം ഡോഗ് തന്നെയാണോ എനിക്ക് സംശയം. പക്ഷെ ആ സാധനം പൊളിച്ചിട്ടുണ്ട്. അത് ഒരു സീനുണ്ട്. അത് ഡോഗ് വന്ന് ഒരുപാട് ഇടങ്ങളിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ചെറിയ പോരായ്മ അതൊന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ സിനിമ എന്നുള്ളത് ഉറപ്പായിട്ട് സിനിമ കാണണമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൃഥ്വിരാജിന്റെ സിനിമയാണ്, കുറെ പാടുപെടുത്തെടുത്ത സിനിമയാണ്. അത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ട് വന്ന ആളുകൾ, പോലീസുകാർ, അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ അതിന് ചുറ്റുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൊളിറ്റിക്സും പറയുന്നത്. കാരണം ഇലക്ഷൻ ആയത് കാരണം അത്യാവശ്യം പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സിനകത്ത് കുറച്ച് വരെ കൊള്ളിക്കുന്ന സാധനമുണ്ട്. അത് സിനിമ ആണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.